ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ മാനസിക രോഗിയായി ചിത്രീകരിച്ച അമ്മയുടെയും അതേപോലെ കുടുംബത്തിൻ്റെയും മുന്നിൽ വെച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പോലീസിനോട് പറഞ്ഞത്. അതായത് ആ കുട്ടിയുടെ അമ്മാവൻ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നത് താൻ നേരിട്ട് കണ്ടു എന്ന് നിഷ്കളങ്കനായി ആ യുവാവ് പോലീസിനോട് പറഞ്ഞപ്പോൾ ഞെട്ടിയത് പോലീസ് മാത്രമല്ല വന്നവരുമാണ്. പിന്നീട് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പുറത്തുവിടുന്നത്. അന്ന് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഈ മാനസിക രോഗിയായി വീട്ടുകാർ, സ്വന്തം അമ്മയും വീട്ടുകാരും ചിത്രീകരിച്ച, പിടിച്ചു കൊണ്ടുപോകാൻ വന്ന ആ യുവാവ് മറ്റാരുമല്ല, അനൂപ് കരിച്ചേരിയാണ്. നമസ്കാരം അനൂപ് കരിച്ചേരി. നമസ്കാരം, പറഞ്ഞോളൂ. എന്താണ് താങ്കൾക്ക് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്? എന്തിനാണ് താങ്കൾ പോലീസ് സ്റ്റേഷനിൽ പോയത്? താങ്കളുടെ അമ്മ എന്തുകൊണ്ടാണ് താങ്കളെ ഒരു മാനസിക രോഗിയായി കാണുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേ എനിക്ക് എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ അവിടെയുള്ളൊരു സൈഫുദ്ദീൻ എന്ന് പറയുന്നൊരു ഓഫീസർ എന്നെ ഫോൺ ചെയ്തു. എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ ആക്ച്വലി പരാതി കൊടുത്തിട്ടുണ്ടായത് മുഖ്യമന്ത്രിക്കാതിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായിരുന്നു മുഖ്യമന്ത്രി പരാതി കൊടുത്തത്? മുഖ്യമന്ത്രിക്ക് മെയ് 5-നാണ് ഞാൻ പരാതി കൊടുത്തത്. 2025. 2025. കാരണം ഈ രാധ ടീച്ചറുടെ മകനായിട്ടുള്ള അരുൺ. രാധ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ മാതാവ്. അപ്പോൾ അവൻ ഒരു വർഷങ്ങളായി എന്നെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തും. സഹോദരൻ? സഹോദരൻ അരുൺ. അതെ. കൈവെട്ടും, കാലുവെട്ടും, തലവെട്ടും, പിന്നെ കഥ കഴിക്കും. അപ്പം ഞാനിത് അത്ര വലിയ മൈൻഡ് ചെയ്യാറില്ല. സാറിന് അറിയാമല്ലോ, കൊച്ചിയിലിപ്പോൾ നമ്മൾ എന്തോരം കാര്യങ്ങളല്ലാതെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കാസർഗോഡ് ജില്ലയിൽ നിന്നിട്ടാണ് ഈ ചിലക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് എനിക്ക് ചില കാരണങ്ങൾ കാരണം തലശ്ശേരിയിലാണ് എൻ്റെ ഭാര്യ വീട്. എൻ്റെ കുട്ടിയെ കാണാനായിട്ട് എനിക്ക് അന്ന് വിഷുവിൻ്റെ അന്ന് പോകാൻ പറ്റിയില്ല. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി എൻ്റെ മകനെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആ പുതിയ വീട്ടിൽ പോകുന്നത്. പുതിയ ഭവനമാണ് അവർ പണി തീർത്തിട്ട് ഒരു 2 വർഷം മുന്നേ കൂടിയത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഭാര്യാപിതാവിനോട് സംസാരിച്ചു. പുള്ളിക്ക് ഒരു ക്യാൻസറൊക്കെ വന്ന് ഇപ്പോഴാണ് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു, അരുൺ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ അന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം 5 വർഷം മുമ്പ് ഇതേ അരുൺ ഇതുപോലൊരു അവസരത്തിൽ ആ വീട്ടിൽ പോയതിൻ്റെ പ്രശ്നത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഡിവോഴ്സ് ആയിപ്പോയി. ഞാനും എൻ്റെ ഭാര്യ. താങ്കളുടെ സഹോദരൻ താങ്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണോ? എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ അവൻ എന്നെ കണ്ട അവന് കലിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു 15 വർഷമായിട്ട് അവൻ ഇതിനു വേണ്ടുന്ന ഫണ്ടിങ്ങും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവൻ്റെ അമ്മാവനായിട്ടുള്ള മണിവർണ്ണം കൊടുക്കുന്നു. അവനൊരു തൊട്ടി ജീപ്പും ഒരു 10-20 ബംഗാളി ജോലിക്കാരും വെച്ചിട്ട് അവിടെ റോഡ് പണിയെടുക്കുക, അതൊക്കെ ഗുണ്ടായിസ്. ഇതൊക്കെ നിങ്ങളൊരു ഫ്യൂഡലിസ്റ്റ് മാടമ്പി കുടുംബമാണോ? പഴയ നായർ തറവാട്ടിൽ നടക്കുന്ന ഫ്യൂഡലിസ്റ്റ് മാടമ്പിത്തരം ഉള്ള ഒരു കുടുംബമാണ്. അതെ. 10-40 ഏക്കർ സ്ഥലമുണ്ട്, അളവറ്റ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു 1975 കാലം തൊട്ട് 70 കാലം തൊട്ട് തന്നെ ഇത്രയും സ്വത്ത്, ഭൂസ്വത്തും അളവറ്റ സമ്പത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള അഹങ്കാരം ചില ആൾക്കാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കാണാനും കണ്ടു നിൽക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കുറച്ചും കൂടി ഒരു മൃദുവായിട്ടുള്ളൊരു സ്വഭാവമാണ്. ഞാൻ ഒരു 6-7 വർഷം മുന്നേ ആ ജില്ല ഉപേക്ഷിച്ചിട്ട് ഞാൻ എറണാകുളത്ത് വന്നിട്ട് സെറ്റിലാകാനുള്ള കാരണം തന്നെ ഇതാണ്. അവിടെ എപ്പോഴും സ്ത്രീകളെ തല്ല, കുട്ടികളെ ഉപദ്രവിക്കുക, പിന്നെ കള്ളത്തരം കാണിക്കുക, ചതിക്കുക, ചീറ്റ് ചെയ്യുക, കുത്തിത്തിരിപ്പാക്കുക, തമ്മിൽ തെറ്റിക്കുക. ഒരു 4 മാനസിക രോഗികളുണ്ട് അവിടെ. ആ മാനസിക രോഗികളാണ് എന്നെ പോയിന്റ് ചെയ്തിട്ട് വരുന്നത്. എന്നെക്കാണ് മാനസികം. അപ്പൊ താങ്കൾ മാനസിക രോഗിയാണെന്ന് അവർ പറയുന്നു, അവർ മാനസിക രോഗിയാണെന്ന് താങ്കളും പറയുന്നു. ശരിക്കും ആരാ മാനസിക രോഗി? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു എപ്പിസോഡായിട്ട് കഥയല്ലത് ജീവിതം, സാറിന് അറിയാലോ പണ്ടുണ്ടായ കഥ, അതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വർഷം ഞാൻ അതിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രേക്ഷകർക്കും എൻ്റെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ എന്നെ അറിയുന്ന ആൾക്കാർ, എന്നെ അറിയുന്ന ഈ 4 മാനസിക രോഗികളൊഴികെ ബാക്കി എല്ലാ ആൾക്കാർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ പോലും എന്നെ കുറിച്ചിട്ട് ഒരു പരാതി, അല്ലെങ്കിൽ അനൂപ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അനൂപിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അനൂപ് എന്നോട് ഇങ്ങനെ ധിക്കാരമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ അനൂപ് എന്നോട് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചു എന്ന് പറയില്ല. പക്ഷേ ഈ 4 പേരൊഴികെയുള്ള ബാക്കി എല്ലാ ആൾക്കാരും പറയും ഇവർ ലോക ചെറ്റകളാണ്, തെണ്ടികളാണ്, പിന്നെ കള്ളത്തരം കാണിക്കുന്നത്. സ്വന്തം അമ്മാവനെ അമ്മേനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. 2 അമ്മാവൻ, മാതാവ്, പിന്നെ അതേപോലെ അനുജൻ. അത് സ്വന്തം അമ്മേനെയും അമ്മാവന്മാരെ പറ്റിയിട്ടാ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ സാറ് തന്നെ അന്ന് ചെയ്ത വാർത്ത, സ്വന്തം അമ്മയാണ് 2 കുട്ടികളെ പിന്നെ കൊന്നു കുഴിച്ചു മൂടി തീർന്ന്. എന്താണ് കഥ? ഒന്ന് പുറത്തു തുറന്ന് പറയും. ഈ അടുത്ത് ഇടുക്കിയിൽ നമ്മൾ വായിച്ചില്ലേ? അത് പിന്നെ ഇടുക്കിയിലെ ഒരു അമ്മ 2 കുട്ടികളെ കൊന്നു കുഴിച്ചുമൂടി കാമുകനോടൊപ്പം എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ,
അത് അമ്മ ചെയ്തു എന്ന് പറയും. പക്ഷേ ഇതൊരു പാരമ്പര്യമുള്ള പഴയ നായർ തറവാടാണ്. അവിടെ എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഏറ്റവും ഔന്നതിയിൽ നിൽക്കുന്നൊരു കുടുംബമാണ് എന്നൊക്കെയല്ലേ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ താങ്കൾ പറയുന്നു അവിടെ ഗുണ്ടായിസവും കൊല്ലലും അങ്ങനെയുള്ള പരിപാടിയൊക്കെയായിരുന്നു എന്ന് പറയുന്നു. സമ്പത്തും സമ്പാദ്യം മാത്രം ഉണ്ടായാൽ മതിയോ? സമ്പത്തുള്ള ആൾക്കാരും കള്ളത്തരം കാണിക്കുന്നില്ലേ, ക്രൂരത ചെയ്യുന്നില്ലേ? എൻ്റെ കണക്ക് പ്രകാരം സമ്പത്ത് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഈ ക്രൂരത ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഒന്നിനും പേടിയില്ല, ഏതിനും പണം ഇഷ്ടം പോലെ ഉണ്ട്, പൂത്ത കാശാണ്. അങ്ങനെയുള്ള അതെന്തോ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പിന്നെ അമ്മമാരെല്ലാം നല്ലതാണെങ്കിൽ നമ്മുടെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളായിട്ടുള്ള സ്ത്രീകളിൽ ഒരു 70% അമ്മമാരാണ്. പിന്നെ അവരെയൊക്കെ തുറന്നു വിട്ടേക്കാറുണ്ട്. അവർ അമ്മമാരല്ലേ, ആ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് അവരെയൊക്കെ പറഞ്ഞു വിടാമല്ലോ. താങ്കൾ നേരത്തെ എന്നോട് താങ്കളോട് വളരെ മോശമായിട്ടാണ് പെരുമാറാറ് എന്നോട് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ മോശക്കാരിയാണെന്ന് താങ്കൾ പറയാൻ കാരണം? മോശക്കാരി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല, താങ്കളുടെ പെരുമാറിയ രീതിയെ കുറിച്ചിട്ടാണ്. സാറിൻ്റെ അടുത്ത് തന്നെ അവസാനമായിട്ട് വിളിച്ച സംസാരത്തിൽ സാറ് രണ്ടുപേരും തമ്മിൽ യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനം പറഞ്ഞൊരു വർത്താനം സാറിൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കണ്ട, കൊല്ലണ്ടേവനാ ഇങ്ങനെയാണ് അവർ പറയുന്നത്. അത് കൈ കാല് വെട്ടുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ എത്രയോ വർഷമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. നാട്ടിൽ കോടതിയും പോലീസ് സ്റ്റേഷനിലൊക്കെ ഉള്ള കാര്യം അവർ മറന്നുപോയി. അവരൊന്ന് പറഞ്ഞ രണ്ടായിരത്തിന് വെട്ടുക, കുത്തുക, കൊല്ലുക, കണ്ണിൽ തിമിരം ബാധിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും ലോകം തിരിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പോലീസ് സ്റ്റേഷനും നിയമം കോടതിയെല്ലാം ഞങ്ങൾ പറയുന്ന പോലെ എന്ന് തലക്ക് എന്തോ അമ്മ ടീച്ചറല്ലേ? ടീച്ചർ മാത്രമല്ല, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തൊരു സ്ത്രീയാണ്. അതുകൂടാതെ പിന്നെ സ്റ്റുഡൻസ് പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ടും കൂടി ഉള്ള സ്ഥാനം വഹിച്ച ഒരാളാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തലയിലടക്ക് പിശാശ് കൂടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും നല്ല പൊസിഷനിലും ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ ഇതുപോലെ ഒരിക്കലും പെരുമാറുന്നതല്ല. പിന്നെ പച്ചത്തെറി മാത്രം ഒരു മകനാ ഇത്രയും കാലം പേര് വിളിക്കുന്നതിലും കൂടുതലായിട്ട് വിളിച്ചിട്ടുണ്ടാവുക. സാർ അന്ന് എനിക്കത് ഉച്ചരിക്കാൻ ഒരു നാണക്കേടാകുന്നത്. കൊലയാടി മോനെയല്ല, പടു സൂളൻ്റെ മോനെന്ന് വിളിക്കുക. പടു എന്ന് പറഞ്ഞാൽ നമ്മൾ 5G+ എന്നൊക്കെ പറയുന്നില്ലേ, അത് സാധാ ഇതല്ല, അതിൻ്റെ എക്സ്ട്രീമാണ്. അത് ആരെ പറയാം? ഈ സ്ത്രീയെ തന്നെയല്ലേ അത് പറയാം. പടു സൂളൻ്റെ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ തന്നെയല്ലേ ഇതാർന്ന് വരിക. എൻ്റെ വീടിന് ചുറ്റും 4 വീടുണ്ട്. ഈ 4 വീട്ടുകാരും എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ, എൻ്റെ ഒരു 6ാം ക്ലാസ് തൊട്ട് പിന്നെ +2 വരെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം കേൾക്കുന്നതാണ്. അത് ആ തെറി വിളിക്കുമ്പോൾ ആ നാടയെ കിടക്കും. അതുകൂടാതെ നായിൻ്റെ മോനെന്ന് വിളിക്കും. അപ്പം പിന്നെ പൂർത്തിയായല്ലോ, അച്ഛനും കൂടി ആയല്ലോ. ഇനി അച്ഛനാണെങ്കിലും ആ 4 മാനസിക രോഗികളുള്ള 5 പേരുണ്ട്. മാതാവ്, പിതാവ്, അനുജൻ, പിന്നെ 2 പിതാവ് എന്നെ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഒരു 10 പൈസ എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഏത് സ്കൂളിൽ പഠിച്ചു എന്നോ ഏത് ക്ലാസ്സിലോ അതൊന്നും അറിയത്തില്ല. ഈ സ്ത്രീ വിളിക്കുന്ന സമയത്ത് ഓടി വന്ന് ക്രൂരമായിട്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ പോകും. ആ സമയത്ത് ഒരു വെളിച്ചപ്പാടുണ്ടായി മാറും. ആളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ വ്യക്തി എന്നെ ഇന്നൊരു പേര് വിളിച്ചിട്ടില്ല. വിളിച്ചത് മാത്രം സൂളൻ്റെ മോനെന്ന് അയാൾ എന്നെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ താങ്കളെ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ടേ ഹോസ്പിറ്റലാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയും സഹോദരനും ബാക്കി എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷൻ എത്തിയത്. പിന്നെ അവിടെ എന്താണ് നടന്നത്? അവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പോലീസ് ഓഫീസർ സൈഫുദ്ദീൻ സാറ് ഹോസ്ദുർഗ് നല്ല മിടുമിടുക്കനായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പോയപ്പോഴും ചോദിച്ചു, അനൂപ് എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു IT കമ്പനി നടത്തുകയാണ്. ഒരു IT കമ്പനി നടത്തിയിട്ട് അതിൽ എന്താ പ്രോഡക്റ്റ് ഉള്ളത്? ഞാൻ പറഞ്ഞു, ഒറ്റൊരു പ്രോഡക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഇൻക്യുബേഷൻ ടൈമിലാണ് ഉള്ളത്. അതായത് ആദ്യത്തെ 2 വർഷം നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ് കൊടുത്താൽ മാത്രമേ അത് വളർന്നു വരത്തുള്ളൂ. തുടങ്ങിയ ദിവസം തന്നെ വരുമാനം കിട്ടി തുടങ്ങില്ല. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങി. പിന്നെ മിനിസ്റ്റർ റിയാസിൻ്റെ അടുത്ത് ഞാൻ അതിൻ്റെ 2 വർഷം മുന്നേ തുടങ്ങുന്ന സമയത്ത്, അതായത് ഈ ലോകത്തെ ഏത് രാജ്യത്തും ഒരാൾക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന 45ഓളം കീവേഡ് ഉണ്ട്. ആ 45ഓളം കീവേഡ് വെബ്സൈറ്റായിട്ട് എൻ്റെ ഉടമസ്ഥതയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം 100 കോടി ആൾക്കാരെങ്കിലും ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാം. 100 കോടി ആൾക്കാർ ChatGPTയിൽ ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതിലൊരു 1% ട്രാഫിക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വലിയൊരു സംഖ്യ ആൾക്കാർ വരും. അപ്പോൾ ഞാൻ റിയാസിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചത് നേരിട്ട് കണ്ടില്ല. പക്ഷേ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിനെ എനിക്ക് കണക്ട് ചെയ്തു തന്നു, ഷാരോണിനെ പോയി കണ്ടു. അപ്പോൾ അവരോട് നല്ല ഒരു പ്രോഡക്റ്റാണ്, ഇത് വർക്കൗട്ടാവും. അങ്ങനെ 2 വർഷം മുമ്പ് 10-30 ലക്ഷം രൂപ ചിലവിട്ടിട്ട് ഈ ആപ്പിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിപ്പോൾ പൂർത്തിയായി. അങ്ങനെ പുള്ളി പറഞ്ഞാൽ ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്ത് പുള്ളി ഡൗൺലോഡ് ചെയ്തു. പുള്ളി പറഞ്ഞു, ഒരു ദിവസം
1 കോടി ആൾക്കാരെങ്കിലും ട്രാഫിക് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു തുകയിൽ കിട്ടുക. അനൂപിന് ഇതിൽ എത്ര പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1000 രൂപയാണ് കിട്ടുക. അപ്പോൾ അയാൾ പറഞ്ഞു വലിയൊരു തുക വരുമല്ലോ. അപ്പം പറഞ്ഞു വരും. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഈ കാസർഗോഡ് ജില്ലയിലേക്ക് ഞാൻ വരാതിരിക്കാൻ കാരണം 7 വർഷം മുന്നേ ഞാൻ പോകുമ്പോൾ ഞാൻ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഇനി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സമ്പത്ത് ഉണ്ടാക്കിയിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ ഞാൻ എറണാകുളം ജില്ലയിൽ താമസിക്കുകയാണ്. ഇത്രയും പറഞ്ഞാകുമ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അനൂപിനെ ഇവിടെ വിളിപ്പിക്കാനുള്ള കാരണം എന്താ അറിയോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയത്തില്ല. അനൂപ് ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് അനൂപിൻ്റെ അമ്മ ഇവിടെ ഒരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് അനൂപിനെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയായിരുന്നു. നാട്ടിലും അറിയുന്ന ആൾക്കാരടുത്തൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട്, പോട്ടെ. അപ്പോൾ ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറിന് ഇത്രയും സംസാരിച്ചിട്ട് മാനസിക രോഗിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു മിനിസ്റ്ററുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മിനിസ്റ്ററുടെ ഓഫീസിൽ പോയിട്ട് പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശബരീഷിനെ കണ്ടതേ ഉള്ളൂ, കണ്ണൂരിലെ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആപ്പ് ഇപ്പം നല്ല ലെവലിൽ വന്നു, ഒരു ദിവസം മിനിസ്റ്ററേയും കൂടി എനിക്ക് ഇത് കാണാം, കാരണം പുള്ളിയുടെയും കൂടി ഒരു പ്രചോദനം ഉണ്ടായതല്ലേ. അടുത്ത ആഴ്ച ഞാൻ അതിൻ്റെ ആവശ്യത്തിന് പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്നെ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോയി ഞാൻ മിനിസ്റ്ററോട് ഇപ്പോൾ എന്ത് പറയുമെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു അനൂപേ തെറ്റുപറ്റിപ്പോയി, പോട്ടെ, പിറകിൽ നിൽക്കുന്ന ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ജനമൈത്രി പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്, ശരിക്കുള്ള പോലീസ് സ്റ്റേഷനിലല്ല. അങ്ങനെ പിന്നെ ഇതാരാണെന്ന് അറിയാവുമെന്ന് ചോദിച്ചു. നോക്കുമ്പോഴേക്ക് രാധ ടീച്ചർ പിറകിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ ചതിയാണോ? നിങ്ങൾ എൻ്റെ പരാതിയുടെ പുറത്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ വിളിപ്പിച്ച്. ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, ഞാൻ ഇവിടെ ഇവർക്കെതിരെ പരാതിയൊന്നും തന്നില്ലല്ലോ, അനുജിനെതിരെ തന്ന പരാതി, പക്ഷേ ഇവർ കൊടുത്ത പരാതിയുടെ പുറത്താണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ, പക്ഷേ അനൂപിനോട് ഇത്രയും സമയം സംസാരിച്ചിട്ടാകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പിന്നെ അനൂപ് ഈ പരാതി കള്ളപ്പരാതിയാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ രാധ ടീച്ചർ അവിടുന്ന് നല്ല പറയാം നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു അവിടത്തേക്ക്, ആശുപത്രിയിലേക്ക്. അപ്പം ഞാൻ ചോദിച്ചു ആശുപത്രിയിലേക്ക്? എന്തിനാ ആശുപത്രിയിലേക്ക്? എനിക്ക് തീരെ സുഖമില്ല, എൻ്റെ കൂടെ ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞു വീണ്ടും അഭിനയിക്കുന്നു, രാക്ഷസിയായിരുന്നു, ഇത്രയും കാലം എൻ്റെ ജീവിതം തകർത്ത പോലെയായിരുന്നു, പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി കൊല്ലാനല്ലേ നിങ്ങളുടെ പദ്ധതിയായിരുന്നു. ആ കണ്ണിലെ പിന്നെ ഇത് കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റും, ചതിക്കാൻ നിൽക്കുന്നില്ല വീണ്ടും ആയിരുന്നു. അപ്പോൾ കൂടെ 2 ശിങ്കിടി പോലീസുകാരുണ്ട്, മഫ്റ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അനന്തകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, അയാളുടെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ സൈഫുദ്ദീൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, അനൂപേ ഞങ്ങൾക്കിത് ഇതിൻ്റെ ഏത് ഭാഗത്ത് ന്യായം തെറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു എന്നെ മാനസിക രോഗി എന്ന് വിളിച്ചല്ലോ, ഈ സ്ത്രീ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചത് നായിൻ്റെ മോനെ പടുചൂളൻ്റെ മോനെയാണ് ഇത്രയും കാലം വിളിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചു നോക്കുക ആണോ അല്ലേന്ന് ചോദിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ പിന്നെ മാപ്പ് എന്ന് പറഞ്ഞു. രണ്ടാമത് ഇവരുടെ മകൻ 2 തവണ എൻ്റെ മുറി കുത്തി തുറന്നിട്ട് മുഴുവൻ വസ്ത്രവും സ്വർണവും പണവും എൻ്റെ സകല സമ്പത്തും കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. ആ കട്ടുകൊണ്ടുപോയിട്ട് പോകുമ്പോൾ ആദ്യത്തെ തവണ മോഷണത്തിന് ഇവരുടെ മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ, അതെ അരുൺ, അവൻ കട്ടുകൊണ്ടുപോകുമ്പോൾ ആദ്യത്തെ തവണ അവനെ കക്കാൻ പഠിപ്പിച്ചത് ഈ സ്ത്രീ തന്നെയാണ്. അന്ന് കമ്പിപ്പാര പിടിച്ചത് ഈ സ്ത്രീയാണ്. എന്നിട്ടാണ് വാതിൽ ചവിട്ടി പിടിച്ചത്. ആണോ അല്ലേന്ന് ചോദിക്കുക പറഞ്ഞു. അപ്പോഴും പറഞ്ഞു മാപ്പ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ തവണ കട്ടുകൊണ്ടുപോയിട്ടാകുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറെങ്കിലും എനിക്ക് തിരിച്ചു തരണം, കാരണം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്താണ് ഉള്ളത്, അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു അവൻ ആവശ്യപ്പെടുന്നു 10,000 രൂപ. ഈ 10,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കമ്പ്യൂട്ടറൊക്കെ തിരിച്ചു തരും. ഈ സ്ത്രീക്ക് ജോലിയിലെ സ്ത്രീയല്ലേ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്നെ ഒരാളും സഹായിക്കാനില്ലാത്ത, ബന്ധുക്കളോ കുടുംബത്തിലോ ഒരാളും ആയിട്ടും ഒരു ബന്ധവുമില്ലാതെ, ഈ സ്ത്രീ കാരണം എല്ലാവരുമായിട്ട് ഉടക്കല്ല, എല്ലാവരും എന്നെ ബന്ധം കട്ടിയിട്ടാണ് ഉള്ളത്. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ശമ്പളമില്ല, സ്വന്തം കൈ നിർത്തി തന്നൂടെ? ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് ഇങ്ങനെ അവന് അതായത് മോഷണം മുതൽ തിരിച്ചു തരണമെങ്കിൽ 10,000 രൂപ തരണം. അന്നും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനൊക്കെ പറ്റും, പക്ഷേ ഇത് മുകളിലേക്ക് നോക്കി തുപ്പിയാൽ നമ്മുടെ മുഖത്ത് തന്നെയല്ലേ വരിക. ഈ സമയത്തും അതിന് കൂട്ടുന്നത് ഈ സ്ത്രീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സൈഫുദ്ദീൻ സാറെ ചോദിക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞു മാപ്പ് പറഞ്ഞു. അപ്പോൾ ഈ കൂടെ വന്നിട്ടുള്ള അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഓഫീസർ പറയാം, അനൂപേ പിന്നെ സ്വന്തം വീട്ടിലത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിച്ച് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ മോഷണം എന്ന് പറയില്ല, എടുത്തു എന്നേ പറയുള്ളൂ. അപ്പോൾ നീ അവൻ്റെയും കൂടി എടുക്കണം. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല പരിപാടി. അതായത് അവൻ എൻ്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ ഞാനും തിരിച്ച് എടുക്കണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് എടുക്കണം. കൊള്ളാം. നിങ്ങൾ കേരള പോലീസ് എന്നെ ഇൻട്രോഗേഷൻ ചെയ്യാൻ നിയോഗിച്ച പോലീസ് ഓഫീസറാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല. ഞാൻ അപ്പം തന്നെ പിന്നെ എനിക്കൊരു സംശയം തോന്നി, എന്നെ ബലമായിട്ട് അവിടുന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോകാനുള്ള പദ്ധതിയാണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. കാരണം പിന്നെ എനിക്ക് ഏകദേശം അപ്പോഴാണ് ഞാൻ എറണാകുളത്തുള്ള ചില ചാനലുകാരെ വിളിച്ചിട്ട് പറഞ്ഞു സാറിനെ വിവരം അറിയിക്കാൻ. എന്നെ അരമണിക്കൂറിന് ശേഷം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ രാധ ടീച്ചറും ഗുണ്ടകളും കൂടി അനൂപിനെ പോലീസ് സ്റ്റേഷനിൽ ബലമായി തട്ടിക്കൊണ്ടുപോയി എന്ന് ബ്രേക്കിംഗ് ന്യൂസ് ഇടാൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇറങ്ങി ഓടിപ്പോയി.
അതിനുശേഷം ഈ സൈഫുദ്ദീൻ സാർ പറഞ്ഞു മാപ്പ് പറയാവിനോട് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും മാപ്പ് പറഞ്ഞു. ആര് പറഞ്ഞു? രാധ ടീച്ചർ, അമ്മ. അതെ. എന്നിട്ടാകുമ്പോൾ ആ ഓഫീസർ പറഞ്ഞു കാല് പിടിക്കവൻ്റെ 38 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ, ഇത്രയും ദ്രോഹം ചെയ്തിട്ട് നിങ്ങളിവിടെ തിന്ന് കൊഴുത്ത് അടിച്ച് പൊളിച്ച് അപ്പൂപ്പൻ്റെ സ്വത്തം കിട്ടി അടിച്ച് പൊളിച്ച് നടക്കുന്നത്, അവനെ കുറിച്ചിട്ട് 6 വർഷമായിട്ട് നിങ്ങൾ അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? അതുകൂടാതെ വിഷു ദിവസം നിങ്ങളെ മകനായിട്ടില്ല അനൂപിനോടല്ലേ പറയേണ്ട ഭാര്യ വീട്ടിൽ പോകാൻ, നിങ്ങളെങ്ങനെ അവൻ്റെ അനുജനോട് പറഞ്ഞു വിട്ടു? നിങ്ങളുടെ അനുജൻ അരുണ അവൻ്റെ ഭാര്യ വീട്ടിലല്ലേ പറഞ്ഞു വിട്ടേ? വിഷു ദിവസം എന്തിനു മൂത്ത മകൻ്റെ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു? തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു, കാല് പിടിക്കാൻ പറഞ്ഞു. കാല് പിടിക്കാൻ വരുമ്പോൾ അവിടെ തൊട്ടു പോകരുത് എൻ്റെ അദ്ദേഹത്ത്. ഞാൻ കൊടജാദ്രയിൽ പോയിട്ട് അവിടെ തപസ്സിരുന്നിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, ഞാൻ സാറിന് അയച്ചു തരാം. എനിക്കിനി ബന്ധുക്കളുമില്ല, അമ്മയുമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞു മകൻ മാത്രം, അവൻ്റെ അമ്മയും അവൻ്റെ അമ്മയും അത്രയും എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പ്രതിജ്ഞ എടുത്തിട്ട് വന്നതാണ് വർഷങ്ങൾക്ക് മുന്നേ. ഞാൻ അവിടെ തപസ്സിരുന്നിട്ടുണ്ട്. ഈ സ്ത്രീയുടെ ശല്യം കാരണം, എൻ്റെ തൊട്ടു പോകരുത്, വേറെ സ്ഥലം വിട്ടോളം പറഞ്ഞു. അപ്പോൾ അവരവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് അവരുടെ മുഖത്ത് ഉള്ള ഭാവം സൈഫുദ്ദീൻ സാറിനോട് നോക്കിയിട്ട് പറയാണ്, താണ് കൊടുക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഞാൻ പറഞ്ഞു, കണ്ട സ്വന്തം മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്ന സ്ത്രീ കിട്ടൂല എന്ന് കാണുമ്പോൾ ഒരമ്മയുടെ വികാരമുള്ള സ്ത്രീ പൊട്ടിക്കരിയായിരുന്നു. കാരണം ഇനി ചിലപ്പോൾ നമ്മൾ കാണൂലായിരിക്കും, ഒരിക്കലും കിട്ടൂല എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനാണ് അവസാനം, ഇവിടുത്തെ ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അപ്പം മുഖത്ത് നിരാശയാണ്, കൊണ്ടുപോയി കൊല്ലാനുള്ള പരിപാടിയായിരുന്നു പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു അത് മനസ്സിലായിരുന്നു, എനിക്കും മനസ്സിലായിരുന്നു. അപ്പോൾ ഒരു പുച്ഛിച്ച ഭാവത്തോടു കൂടിയിട്ട് ഇറങ്ങിപ്പോയി ഈ പറയുന്ന രാധ ടീച്ചർ പറഞ്ഞു. അതിനുശേഷം ഈ സൈഫുദ്ദീൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തലവേരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തിലും ഉമ്മാൻ്റെ കുറിച്ച് ഓർമ്മ തന്നെ എൻ്റെയൊക്കെ കണ്ണ് കയറിയും. അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാനൊക്കെ പറഞ്ഞത്. ആദ്യമായിട്ട് ഒരു അമ്മ ഇങ്ങനെ ഒരു മകനോട് ക്രൂരമായിട്ട് പെരുമാറുന്നത് കണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വന്നേ, ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോകാൻ എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം അവിടെ ഉണ്ടാവും, വെറുതെ സീനാവും, ചിലപ്പോൾ എന്നെ തട്ടിയെടുത്ത് കൊണ്ടുപോകാം. ഇതൊക്കെ നമ്മളെന്തായാലും രജനീകാന്തൊന്നുമില്ലല്ലോ, 10-20 ബംഗാളി ഗുണ്ടകൾ അവൻ തന്നെ ഉണ്ട്. ആ രീതിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചായ കുടിക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ രീതിയിൽ വരുമായിരുന്നു. ഇത് ഞാൻ നിങ്ങൾ വിശ്വസിച്ചിട്ട് ഒറ്റയ്ക്ക് ഞാൻ വന്നതാണ് ഇവിടെ, എൻ്റെ കൂടെ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു പോലീസ് ജീപ്പെടുത്തിട്ട് നമുക്ക് പോകാം. പോലീസ് ജീപ്പെടുത്തിട്ട് എന്നെയും കൂട്ടിയിട്ട് അവിടെ ഒരു പഞ്ചരത്ന ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അവിടെ പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനടുത്ത് അയാൾ എൻ്റെ അടുത്ത് തമാശ രീതിയിൽ പറഞ്ഞു, ഞാനിപ്പോൾ എനിക്ക് ഇത്രയും വർഷത്തെ സർവീസ് ഉണ്ട്, ഒരു പരാതിയിൽ ഒരാളെ മാനസിക രോഗിയാക്കി കൊണ്ടുപോകാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അയാൾക്ക് എന്തോ രഹസ്യം അറിയാം. ഈ പരാതിയിൽ മാനസിക രോഗി എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ക്രൈം കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്തെങ്കിലും കുറ്റകൃത്യം നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ താമസിക്കുമ്പോൾ? ഞാൻ പറഞ്ഞില്ല. ഈ പരാതിയിൽ താഴെ പറഞ്ഞിട്ടുണ്ട് 4 വയസ്സ് വരെ ഇവൻ അപ്പൂപ്പൻ്റെയും അതായത് കുഞ്ഞിക്കണ്ണൻ നായരുടെയും ലക്ഷ്മി അമ്മയുടെയും കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇവൻ ഈ മാനസിക രോഗം ഇങ്ങനെ വരാൻ കാരണം. ആ സമയത്ത് നിങ്ങൾ വല്ല കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. നിങ്ങളുടെ വീട്ടിൽ വല്ല കൊലപാതകവും നടന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ആരുടെ? ഞാൻ പറഞ്ഞൊരു ആദിവാസി SC/ST പെൺകുട്ടിയുടെയാണ്. ഇപ്പോൾ പെൺകുട്ടിയുടെയാണ്, ആദിവാസി SC/ST പെൺകുട്ടിയുടെയാണ് കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്തായി? അത് എന്തോ ആ കുട്ടിക്ക് കയ്യബദ്ധം പൊട്ടിയെന്നോ കയ്യബദ്ധം പറ്റി പൊട്ടിപ്പോയിന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് ആ കേസ് തേച്ചു വായിക്കപ്പെട്ട. അനൂപ് അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. കാരണം ആ പെൺകുട്ടിയുടെ മുഖം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ആൽബത്തിൽ ആ കുട്ടിയുടെ ഫോട്ടോയും കിടപ്പുണ്ട്. അനൂപ് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവം കൂടിയാണ്. അപ്പോഴാണ് ആ പോലീസ് ഓഫീസർ പറഞ്ഞത് ഈ ഒരു സംഭവം എന്തെങ്കിലും കുത്തിപ്പൊക്കും എന്നുള്ള ഒരു ഭയം കൊണ്ടാകാം വർഷങ്ങളായിട്ട് അമ്മാമാർ നിന്നെ ഉപദ്രവിക്കുന്നതും അതിനുശേഷം നീ ഒരു യുവാവായതിനു ശേഷം അനുജനെ വെച്ചിട്ട് നീ വല്ല ആത്മഹത്യ ചെയ്യാനോ നാടുവിടാനോ വേണ്ടിയിട്ടായിരിക്കണം നിന്നെ ഇത്രയും ക്രൂരമായിട്ട് ഇത്രയും കാലം ഇവർ ഉപദ്രവിച്ചത്. ഇതാണ് സത്യം. അതായത് ഒരു പരാതിയുടെ പുറത്ത് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ എത്തിയ അനൂപ്, ആ അനൂപിനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്ന സൈഫുദ്ദീൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ സന്ദർഭത്തിലാണ് സ്വന്തം അമ്മയും അതേപോലെ 2 പോലീസുകാരും ഗുണ്ടകളുമായി ആ പോലീസ് സ്റ്റേഷൻ എത്തുന്നത്. ആ പോലീസ് സ്റ്റേഷൻ തർക്കമുണ്ടാകുന്നു.
അവസാനം തെറ്റ് അമ്മയുടെ ഭാഗത്താണ്. ഇത് മാനസിക രോഗിയായി മകനെ ചിത്രീകരിച്ച അമ്മയുടെ നിലപാട് തെറ്റാണെന്നും കള്ളമാണെന്നും മനസ്സിലാക്കിയ പോലീസ് ഓഫീസർ അമ്മയോട് മാപ്പ് പറയാൻ പറയുന്നു. അതിന് നിൽക്കാത്ത അനൂപ് പറയുന്നത് എന്നെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ പുറത്തുപോയി ചായ കഴിക്കാൻ സമയത്ത് ആ പോലീസ് ഓഫീസർ അന്വേഷിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ അനൂപിനോട് ഇത്രയധികം വിരോധം കാണിക്കുന്നത്, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, മാനസിക രോഗിയാക്കാൻ ശ്രമിക്കുന്നത്, കൊല്ലാൻ ശ്രമിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഓർമ്മിച്ച് ഓരോ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുമ്പോൾ ചോദിച്ചു, ഒരു കൊലപാതകമേറ്റം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അനൂപ് പറയുകയാണ്, ഉണ്ട്, ഒരു ആദിവാസി SC/ST യുവതി കുട്ടിയെ കൊന്നിട്ടുണ്ട് സ്വന്തം അമ്മാവൻ. അതിൻ്റെ കഥയാണ് അടുത്ത എപ്പിസോഡ്. കഥയല്ല, നടന്ന സംഭവമാണ്. ഞെട്ടിക്കുന്ന 35 വർഷം മുമ്പ് നടന്ന ആ കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് അനൂപ് പുറത്തു വിടുന്നത്. അതായത് ആ പോലീസ് ഓഫീസർ അതിസമർത്ഥമായ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ തുറക്കുകയാണ്. അത് എത്തിപ്പെടുന്നത് 35 വർഷം മുമ്പ് നടന്ന ഭീകരമായ ഒരു കൊലപാതകത്തിൻ്റെ വിവരങ്ങളാണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തു നിൽക്കുക. നന്ദി, നമസ്കാരം. നന്ദി.